ആ ശാരദാമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി ഇതെന്ത് കളിയാന്ന്. കുത്തുകൊണ്ട് കിടക്കുന്ന ശാലിനിയുടെ അടുത്ത് കൂട്ടടപ്പിന് ആരുമില്ലല്ലോ. ഭർത്താവ് വിഷ്ണുവിന് സത്യഭാമ വരച്ച ലക്ഷ്മണരേഖയ്ക്ക് ഇപ്പുറം കിടക്കാൻ പറ്റാത്തതുകൊണ്ട് കളക്ടർ ശാലിനി ഓഫീസ് ഫയലും കണി കണ്ടോണ്ട് കിടക്കുകയായിരിക്കുന്ന ഞാൻ കരുതിയത്. ഇത്രയും നേരം വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വിഷ്ണു തന്നെയാ. ഓ, ഞാനിപ്പോ അങ്ങ് വീട്ടിലേക്ക് പോവും. പിന്നെ ഇവിടെ ശാലിനിക്കൊപ്പം ഇവിടെ കൂട്ടായി നിൽക്കുന്നത് വിഷ്ണു തന്നെയാ. അല്ലെങ്കിൽ തന്നെ ഭാര്യ കിടക്കുമ്പോ സഹായത്തിന് നിൽക്കേണ്ട ഭർത്താവല്ലേ? ആ അങ്ങനെ. അതിന് അമ്മായിയമ്മയും കൂടെ അംഗീകരിച്ചു തരണ്ടേ? നിങ്ങളീ പറഞ്ഞ വിഷ്ണുവിന്റെ അമ്മ. പിന്നെങ്ങനെ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലൊക്കെ നന്നായി പോകുന്നുണ്ടോ? മകക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ആ തട്ടുകടയൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിലിരുന്ന് വിശ്രമിക്കേണ്ട സമയമായി. വെറുതെ ഇരുന്ന് തിന്നാ പിത്തം പിടിക്കും മോളെ. മാത്രമല്ല ഒരു പണിയില്ലെങ്കിലേ വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറാൻ നടക്കുന്നവരെ പോലെ ഞാനും നടക്കേണ്ടി വരുവേ. ഇതാകുമ്പോ ആ പ്രാക്ക് കിട്ടുകയില്ല, അധ്വാനിച്ച് 10 രൂപ കിട്ടുകയും ചെയ്യും. ആ സുസ്മിതയ്ക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്കങ്ങനെ പറ്റൂല. നാവിന് ബലം വെച്ചിട്ടുണ്ട്. ഇവളുടെ ബലത്തിലാണ് ഈ നാവ് ആടണതെങ്കിൽ മോളുടെ അവസ്ഥ കണ്ടല്ലോ. നിങ്ങൾ ഇതുപോലെ കിടന്നാ അവിടെ കിടക്കത്തേ ഉള്ളൂ, പിന്നെ എണീക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സുസ്മിത, മതി നിന്റെ ഡോഗ് ഷോ. ഒന്നാളാവാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. പിന്നെ എന്റെ പരിക്ക് കണ്ട ഒന്ന് ആനന്ദിക്കാനും. പക്ഷെ വന്ന് കണ്ടപ്പോ മനസ്സിലായി നീ ഉദ്ദേശിച്ചത്രയും പരിക്കൊന്നും എനിക്ക് ഏറ്റിട്ടില്ലെന്ന്. അതിന്റെ നെകളിപ്പ നീ നടത്തിയ ഈ പട്ടിപുരാണം. എന്തായാലും പൊട്ടിക്കാൻ കൊണ്ടുവന്ന ബോംബ് പൊട്ടാത്ത സ്ഥിതിക്ക് അതേതെങ്കിലും ചവറ്റുകൊട്ടയിലിട്ട് പോവാൻ നോക്കടി. എടി ഞാൻ പോടി. പൊയ്ക്കോളാം, അല്ലെങ്കിൽ നിനക്ക് കൂട്ടുകിടക്കാൻ വേണ്ടിയല്ല വന്നത്. പക്ഷെ നമ്മൾ വീണ്ടും കാണും. അന്നിതിനെല്ലാം ചേർത്ത് ഞാൻ നിനക്കൊരു മറുപടി തരും. അത് നിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മറുപടി ആയിരിക്കും. മനസ്സിലായോടി?